നമുക്ക് സോളാർ പാനലിന്റെ ഒരു ട്രാൻസിഷൻ നമുക്ക് നോക്കിയാലോ. മൈസെൽഫ് ജോയൽ ചിപ്പിളിക്കൻ ജോൺ ജെൻഫർ സൊല്യൂഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സോളാർ പാനൽ നോക്കുകയാണെങ്കിൽ ഒരു 5-6 വർഷം മുമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടിരുന്നത് പോളിക്രിസ്റ്റലൈൻ പാനലായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ജനറേഷൻ മോണോപെർക്ക് പാനൽസ് വന്നു. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പായിട്ട് മോണോപെർക്ക് ഹാഫ് കട്ട് പാനൽസ് വന്നു. ഈ മോണോപെർക്ക് പാനൽസും മോണോപെർക്ക് ഹാഫ് കട്ട് പാനൽസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ മെയിൻലി അതിൻ്റെ സെൽസിൻ്റെ ആണ്. നമുക്ക് നോർമൽ മോണോപെർക്ക് പാനൽസിൽ നമുക്ക് 72 സെൽസ് ആണെന്നുണ്ടെങ്കിൽ മോണോപെർക്ക് ഹാഫ് കട്ട് പാനൽസിൽ 144 സെൽസ് ആണ് വരുന്നത്. നമുക്ക് എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാന്നുണ്ടെങ്കിൽ നമുക്കൊരു സിംഗിൾ പാനലിന് സെൻട്രലായിട്ട് നമുക്കൊരു ലൈൻ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ലൈനുള്ള ടൈപ്സ് ഓഫ് പാനൽസ് ആണ് ഹാഫ് കട്ട് പാനൽസ് വരുന്നത്. ദെൻ അടുത്ത ടെക്നോളജി ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളതാണ് ബൈഫേഷ്യൽ പാനൽ. പാനലിന്റെ ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും പ്രൊഡക്ഷൻ കിട്ടുന്ന ടൈപ്പിനെയാണ് നമുക്ക് ബൈഫേഷ്യൽ പാനൽ എന്ന് പറഞ്ഞത്. ദെൻ ഏറ്റവും ലേറ്റസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പാനൽസ് പറഞ്ഞാൽ ടോപ്പ് കോൺ പാനൽസ് ആണ്. അതും നമുക്ക് ബൈഫേഷ്യൽ പാനൽസ് തന്നെയാണ്. പക്ഷെ ടോപ്പ് കോൺ പാനൽസും നോർമൽ ബൈഫേഷ്യൽ പാനൽസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അതിന്റെ സെൽ മേക്കിങ്ങിലാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത്. നമുക്ക് അതിന്റെ സെൽസ് ടോപ്പ് കോൺ പാനൽസിന്റെ സെൽസ് നമുക്ക് മേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N ടൈപ്പ് സെൽ വെച്ചിട്ടാണ്. ബാക്കി നമ്മൾ മോണോപെർക്ക് ഹാഫ് കട്ട് അല്ലെങ്കിൽ ബൈഫേഷ്യൽ പാനലിന്റെ എല്ലാം P ടൈപ്പ് സെൽ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ആ ഒരു ഡിഫറൻസ് വരുന്നത്. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് പാനൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് കോൺ പാനൽസ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോളാറിനെ കുറിച്ചുള്ള എന്ത് ഡൗട്ട്സ് നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം. താങ്ക്